ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് സുഖം തന്നെയാണ്, നന്നായിട്ട് പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഇല്ല, അതൊരു ഹാഫേ ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓഫ് ഡേ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമ്മളൊരു 5 or 6 days ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ഒരു ദിവസം വീട്ടിലിരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നതും പുറത്തൊക്കെ കറങ്ങാൻ പോകാൻ പറ്റുക എന്ന് പറയുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഓഫ് ഡേയ്സിൽ എന്തായാലും ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിലിരിക്കില്ല. അങ്ങനെ ഫുൾ ഡേ രാവിലെ തന്നെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒരു ആഫ്റ്റർനൂൺ എങ്കിലും ഒന്ന് പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഞാൻ സാറ്റർഡേയിലെ കാര്യമാണ് പറയുന്നത്. രാവിലെ ലേറ്റായി എഴുന്നേക്കാൻ വേണ്ടിയിട്ട്, ലീവാണല്ലോ, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാവും. കാരണം കുറേ വലിയ വലിയ പണികളൊക്കെ ക്ലീനിങ്ങിൻ്റെ ഒക്കെ എടുക്കാൻ പറ്റുന്ന, കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ദിവസമാണല്ലോ. അതുകൊണ്ട് അതാണ് അന്നത്തെ മെയിൻ പരിപാടി. എന്നിട്ട് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫസ്റ്റ് പോയത് ഫുഡ് കഴിക്കാനാണ്. ലേറ്റായി, ഈവനിങ് ഒക്കെ ആയി പോകുമ്പോഴത്തേക്ക്. ഒരു 3 o'clock ഒക്കെ കഴിഞ്ഞു, 3-4 ആ ഒരു റേഞ്ച് എത്തി പോകുമ്പോഴത്തേക്ക്. വണ്ടിയിൽ എപ്പം പോകുമ്പോൾ ഒരു കട കാണാം, ഇങ്ങനെ ഫുൾ ലൈറ്റും സെറ്റപ്പും വൈബൊക്കെ ആയിട്ടുള്ള. അപ്പൊ അവിടെ കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ കയറിയിട്ടില്ല. അപ്പൊ അവിടെ കയറി. അവിടെ എല്ലാം ഉണ്ട്, എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട്. ഹെവി ആണെങ്കിലും മീഡിയം ആണെങ്കിലും നമുക്ക് മൊമോസ്, അങ്ങനത്തെ ഐസ്ക്രീം എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഡിഫറെന്റ് കടകളാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, എല്ലാത്തിലും ഒരേ സപ്ലൈസും കാര്യങ്ങളും ആണ് കാണുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരു കടയാണെന്നാണ് തോന്നുന്നത്, പക്ഷെ ഡിഫറെന്റ് പേരാണ് ഇട്ടേക്കുന്നത്. കുറെ ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട്, നല്ല രസമാണ്. കാരണം നല്ല രീതിയിൽ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല വൈബൊക്കെ ഉണ്ട്, നല്ല ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതാണ് കുറെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ പാർക്കിംഗ് ഏരിയ അവിടെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ അതിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തു. കഴിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷവർമ്മയാണ് കഴിച്ചത്. ഷവർമ്മ, പിന്നെ ഒരു ഈവനിങ് ആയല്ലോ, അപ്പൊ പിന്നെ ടീ കഴിച്ചു. ടീ അല്ല, കോഫിയാന്ന് തോന്നുന്നു. കോഫി കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കുറച്ചു നേരം അവിടെ നിന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് ചങ്ങമ്പുഴ പാർക്കിലേക്കാണ്. ചങ്ങമ്പുഴ പാർക്കിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ പോവാൻ നിന്നപ്പോൾ അവിടെ റെനോവേഷൻ വർക്ക് നടക്കുമായിരുന്നു. അപ്പൊ പോയപ്പോഴത്തേക്ക് അവിടെ വർക്ക് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പോയില്ല. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് പോകുന്നത്. അത് ഇപ്പൊ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട്. പുതിയ പണിയൊക്കെ എടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. കുറെ സീറ്റൊക്കെ പുതുതായി വന്നു. പിന്നെ വാഷ്റൂം മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുറെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിത്രവും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഡോറ ബുജീനിയും അങ്ങനെ കുറെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഫുൾ എല്ലായിടത്തും നടന്ന് കണ്ടു. അവിടെ പിന്നെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, ഒരു കഥകളിയുടെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഞാൻ പോകുമ്പോഴേ അവിടെ ചെണ്ട കൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് കഥകളിയാണ് നടക്കുന്നത്. എനിക്ക് കഥകളി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണാറൊന്നുമില്ല. മുമ്പ് ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ടിട്ട്, പക്ഷെ കുറെ നേരം ഒന്നും കണ്ടില്ലായിരുന്നു, കുറച്ചു നേരം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത്തവണ എന്താന്ന് വെച്ചാൽ അവിടെ അവരെന്താണ് ചെയ്യുന്നത് അത് മുമ്പിലുള്ള ആ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് മനസ്സിലാകും എന്താണ് അവർ ചെയ്തത്, എങ്ങനെയാണ് കഥ പോകുന്നത് എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ അതൊരു നല്ല ഹെൽപ്ഫുൾ ആയി തോന്നി. നമുക്ക് അറിയാത്ത ആൾക്കാർക്കും കഥയെ കുറിച്ചിട്ടും അവരുടെ ഇതൊന്നും അറിയാത്ത ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണല്ലോ അങ്ങനെ ചെയ്തത്. അതെന്തായാലും നന്നായിട്ട് തോന്നി. ഞാൻ ഇത്രയും ഓഡിയൻസ് കഥകളി കാണാൻ ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷെ കുറെ പേരുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അന്ന് അവിടെ പാർക്കിൽ തന്നെ ചെലവഴിച്ചു. അവിടുന്ന് ഒരു ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുത്തു.
അവിടെ പോയപ്പോഴാണ് ഷോർട്സ് ഇടാൻ വീഡിയോ വേണമെന്ന് ഓർത്ത് അങ്ങനെ ഒരു വീഡിയോ ആ സ്പോട്ടിൽ തന്നെ സെറ്റപ്പ് ആക്കി അങ്ങനെ ഒരു വീഡിയോ എടുത്തു. ഫുഡ് ഇനിയിപ്പോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കഴിക്കുകയൊന്നുമില്ല, എന്തായിട്ടും ഫ്രൂട്ട്സോ അങ്ങനെ വല്ലതും കഴിക്കുള്ളൂ. അപ്പൊ പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നില്ലേ എനിക്ക് വ്ളോഗ് എടുക്കാൻ അത്ര ഒരു ഇതായിട്ടില്ല, അറിയില്ല എന്തൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ എടുത്തെടുത്ത് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ പിന്നെ കഥകളിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു, അവിടെ കുറച്ചു നേരം കറങ്ങി നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ലൈമും കുറെ ദാഹിച്ചായിരുന്നു അവിടെ കുറെ നേരം നിന്നുകൊണ്ട്, അപ്പൊ ലൈമും കുടിച്ച് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പൊ പിന്നെ അത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങള്, എന്തൊക്കെയാണ് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഉള്ളത് എന്നെ കമന്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.